നമസ്കാരം, ഞാൻ സെബാസ്റ്റ്യൻ. നെറ്റിസൺ ജേർണലിസ്റ്റിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നർമ്മം എന്നത് മിക്കവാറും അവസരോചിതമല്ലെന്നും അത് മരണമെന്ന പോലെ രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് പറയുന്നതിൽ തെറ്റില്ലെന്നും പറഞ്ഞ തത്വചിന്തകനായ സ്റ്റാർട്ടൺ സ്റ്റാർക്കിനെ സ്മരിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ നെറ്റിസൺ ജേർണലിസ്റ്റ് നമ്മൾ സൈൻ ഇൻ ചെയ്യുന്നത്. ജീവിതത്തിലെ അനവസരത്തിൽ പോലും യാതൊരു ധാർമ്മികതയില്ലാതെ വന്നു ഭവിക്കുന്ന നർമ്മം ആസ്വാദനത്തിൻ്റെ പല തലങ്ങൾ സൃഷ്ടിക്കുന്നതാണെന്ന തിരിച്ചറിവോടെ ഇന്നത്തെ നെറ്റിസൺ ജേർണലിസ്റ്റ് നമുക്ക് ആരംഭിക്കാം. പതിവ് പോലെ ഒട്ടേറെ സുഹൃത്തുക്കൾ നമ്മോടൊപ്പമുണ്ട്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മുമ്പൊരിക്കൽ നെറ്റിസൺ ജേർണലിസ്റ്റിൽ പറഞ്ഞ പോലെ കാര്യഗൗരവത്തോടെ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ വരുന്ന അബദ്ധങ്ങൾ ചിരിയേക്കാൾ ഉപരി ചിന്തയ്ക്ക് വഴിമാറണമെന്നും പറഞ്ഞാണ് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ സുഹൃത്തായ റിയാസ് അഹമ്മദ് ആദ്യമായി കമൻറ്റ് ചെയ്യുന്നത്. നർമ്മം എന്നത് അവസരോചിതമല്ലെന്നത് ശരിയാണെന്നും എന്നാലും നമ്മൾ അതിനെ അവസരോചിതമായി വിലയിരുത്തണമെന്നും പറഞ്ഞ് ഇയാൾ കാട്ടിത്തരുന്നത് ഒരു ഔദ്യോഗിക ചടങ്ങിനിടെ പറ്റിയ അമളിയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ നിസ്സംഗത പാലിക്കുക മാത്രമാണ് മാന്യതയെന്നാണ് ഇത് കണ്ട് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ പ്രിയ സുഹൃത്തായ രഞ്ജു KNRൻ്റെ പ്രതികരണം. ഇതുപോലുള്ള ചടങ്ങുകളിൽ കൃത്യമായുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുകയാണ് അമളികളും അബദ്ധങ്ങളും പറ്റാതിരിക്കാനുള്ള ഏക പോംവഴിയെന്നും ഇയാൾ പറയുന്നു. എന്നിട്ട് രഞ്ജു ഷെയർ ചെയ്യുന്നു, രണ്ട് നേതാക്കൾ സൗഹൃദം പുതുക്കാൻ എത്തിയപ്പോൾ ഒരാൾക്ക് പറ്റിയ അമളി. ये दूसरा धमाका हो गया नाज़रीन, दूसरा धमाका हुआ है. ഇതൊരു വല്ലാത്ത അമളിയായെന്ന് പറഞ്ഞാണ് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ മറ്റൊരു പ്രിയ ചങ്ങാതി നൗഷാദ് ഇതിനോട് പ്രതികരിക്കുന്നത്. അതും ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇത് നർമ്മമായി കരുതി അവിടെയുള്ളവർക്ക് ചിരിക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണെന്നും ഇയാൾ പറയുന്നു. എന്നിട്ട് ഇയാൾ കാട്ടിത്തരുന്നതും ഇതുപോലെ ഉടുതുണി അഴിഞ്ഞു പോകുന്ന കാഴ്ചയാണ്. ഇത് കണ്ടാൽ എന്തായാലും ചിരിച്ചു പോകും ഉറപ്പ്. ഈ ഉണ്ണിക്കണ്ണനെ കണ്ടാൽ ഉണ്ണിഗണപതിയെ പോലെയുണ്ടെന്ന് പറഞ്ഞാണ് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ ഉത്തമ സുഹൃത്തായ സിജേഷ് കമൻറ്റ് ചെയ്യുന്നത്. എന്തായാലും ആ പാവത്തിൻ്റെ ഉടുതുണി ഉരിഞ്ഞു പോയത് രസകരമായ കാഴ്ചയായിരുന്നുവെന്നും ഇയാൾ പറയുന്നു. ഗോപികമാർക്കിടയിലൂടെ നടന്ന് മുരളിക യൂതിയ കണ്ണൻ്റെ അവസ്ഥ എന്തായാലും ഇങ്ങനെ ആയിരിക്കില്ലെന്നും പറഞ്ഞ് ഇയാൾ കാട്ടിത്തരുന്നത് എന്താണെന്നോ, കല്യാണച്ചക്കൻ്റെ അടുത്തേക്ക് നൃത്തമാടി വരുന്ന വധുവിനെയും തോഴിമാരെയും. மதுரைக்கு போகாதடி, அங்க மல்லிப்பூ கண்ண வைக்கும். மதுரைக்கு போக மாட்டேன், மல்லிப்பூ கையில. தஞ்சாவூர் போகாதடி, தலை ஆட்டாம பொம்மணிக்கும். எங்கும் போக மாட்டேன், உன் முன்னாலதான் நிப்பேன். முன்னால் வந்து நின்னு என் கண்ணால் சொக்க வைப்பேன். പുതുമകളും മറ്റ് സംസ്കാരവും സ്വാംശീകരിക്കുന്ന പുതുതലമുറയിൽ അതിനുവേണ്ടി എന്തൊക്കെ പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നതെന്ന് പറഞ്ഞാണ് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ കൂട്ടുകാരനും സ്ഥിരം കാഴ്ചക്കാരനുമായ അസ്ലുവിൻ്റെ പ്രതികരണം. എന്തായാലും ഈ കാഴ്ചയും രസകരമായെന്നാണ് ഈ കാഴ്ച കണ്ട ഇയാളുടെ അഭിപ്രായം. എന്നിട്ട് ഇയാൾ ഷെയർ ചെയ്യുന്ന കാഴ്ച എന്താണെന്നോ, ഒരു കല്യാണ പെണ്ണിനെ പോലെ മേക്കപ്പ് ഒക്കെ ഇട്ട് അണിയിച്ചൊരുക്കുന്ന ഒരു കുരങ്ങച്ചിയെ. കൊതിയില്ലേ നേരിൽ കാണാൻ വന്നിട്ടുണ്ടേ എൻ്റെ പെണ്ണ് കവിളത്തുണ്ടേ കണ്ണാടിത്തുണ്ട്
കുരങ്ങൻ മേക്കപ്പ് ഇടാനായി ഇരുന്നു കൊടുക്കുന്നത് കണ്ടപ്പോൾ അത്ഭുതം തോന്നിയെന്നും എത്ര പെട്ടെന്നാണ് ആ സ്ത്രീ അതിനെ ഒരുക്കിയതെന്നും പറഞ്ഞാണ് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ ചങ്ങാതിയായ സന്ദീപ് ദിവാകരൻ അതിശയം കൊള്ളുന്നത്. അതിനുശേഷം കാലിന്മേൽ കാൽ കയറ്റി വച്ചിരിക്കുന്ന കുരങ്ങനെ കണ്ടപ്പോൾ വളരെ രസകരമായി തോന്നിയെന്നും ഇയാൾ പറയുന്നു. മേക്കപ്പിൻ്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് വിവരിച്ച ശേഷം ഇയാൾ അയച്ചു തരുന്നത് മറ്റൊരു മേക്കപ്പ് കാഴ്ചയാണ്. എന്താണ് ഈ മേക്കപ്പിൻ്റെ പ്രത്യേകത എന്നല്ലേ, ഇതൊന്ന് കാണാം. ഇതുപോലെയാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ മേക്കപ്പ് എന്ന് പറഞ്ഞ് അരിശം കൊള്ളുകയാണ് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ സുഹൃത്തായ മിട്ടു. ബ്യൂട്ടി പാർലറുകളിൽ മണിക്കൂറുകളോളം സമയം ചെലവഴിക്കാൻ ചിലർക്ക് ഒട്ടും മടിയില്ലെന്നും ബ്യൂട്ടി പാർലറിൽ അമിതഭ്രമമില്ലാത്ത മിട്ടു ചൊടിക്കുന്നു. എന്നിട്ട് ഇവർ കാണിക്കുന്നതും മേക്കപ്പ് തന്നെയാണ്. ഇത് പക്ഷേ അല്പം അലോസരം സൃഷ്ടിക്കുന്ന മേക്കപ്പാണ്. അതായത് സിനിമയിലൊക്കെ കാണുന്ന പോലെ കഴുത്തു മുറിയുമ്പോൾ ചോര വരുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു മനസ്സിലാക്കുക. മേക്കപ്പിനുള്ളതൊക്കെ അവർ റെഡിയാകട്ടെ. അപ്പോഴേക്കും ഒരു ഇടവേള എടുത്തിട്ട് വരാം. സിനിമയിൽ കാണുന്ന പോലെ കഴുത്തു മുറിക്കുന്ന രംഗങ്ങളിലെ മേക്കപ്പ് കാണിക്കാമെന്നല്ല ഇടവേളയ്ക്ക് മുമ്പ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അത് കണ്ടിട്ടാകാം മറ്റു കാഴ്ചകൾ. Tubing and your actor's neck. Using a blow dryer to dry the liquid latex and making sure you're not going to burn your actor, you dry that liquid latex. The heat shrink tubing will stick to your actor's neck. Then you want to stipple around the edges of that heat shrink tubing with more liquid latex, waiting for it to dry. Once it is dry, you want to add liquid latex to the top and bottom of the middle of the skin appliance. That should stick to the liquid latex you have there already. Then you want to slowly add more liquid latex from the inside out of the appliance. Once you have the appliance secured, you want to stipple on more liquid latex around the edges. Now, you want to do about 3 layers of liquid latex, stippling far away from the appliance, blending it in to the actor's skin using a torn edge of a sponge. Then you add the makeup to blend the entire appliance into the actor's skin. Make sure to add some reds and pinks to it so it looks more like flesh tone and matches your actor perfectly. The last step is you want to powder on as much powder on top of it so the makeup stays where it is. Now the last thing you'll do is add the fake blood to your garden sprayer, hook up the appliance and make sure the blood is right to the edge of the appliance, ready to go, and then you have some fun. It's still going. You're still leaking. ഇത് ഒറിജിനലിനെ വെല്ലുന്ന മികവോടെയാണ് ഒരുക്കിയതെന്ന് പറഞ്ഞാണ് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ സുഹൃത്തായ അൻഷാദ് കമൻറ്റ് ചെയ്യുന്നത്. കഴുത്തു മുറിക്കുമ്പോൾ ചോര ചീറ്റുന്നത് കണ്ട് താൻ അന്തം വിട്ടിരുന്നു പോയെന്നും ഇയാൾ സ്വതസിദ്ധമായ രീതിയിൽ പറയുന്നു. മേക്കപ്പ് എന്ന് കേൾക്കുമ്പോൾ മുഖഭംഗി വർദ്ധിപ്പിക്കൽ മാത്രമല്ലെന്നും പറഞ്ഞ് അൻഷാദ് അയച്ചു തരുന്നത് ഒരു വനിത മേക്കപ്പ് ഇടുന്നതിൻ്റെ കാഴ്ചയാണ്. അവർ ഏത് രീതിയിലാണ് മേക്കപ്പ് ഇടുന്നതെന്ന് ഒന്ന് കാണാം. സ്വന്തം മുഖത്ത് തന്നെ മറ്റൊരു മുഖം സൃഷ്ടിച്ചത് ഇതുവരെ ഒരു തരത്തിലും കാണാത്തതാണെന്നും പറഞ്ഞാണ് ഈ കാഴ്ച കണ്ട് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ കൂട്ടുകാരനായ നീൽ ചാക്കോ ഇതിനോട് പ്രതികരിക്കുന്നത്. ആൾക്കാരൊക്കെ എന്തൊക്കെ രീതിയിലാണ് വ്യത്യസ്തതയും പുതുമയും കണ്ടെത്തുന്നതെന്നും ഇയാൾ പറയുന്നു. മേക്കപ്പിന് എന്ന പോലെ തന്നെ കൈവഴക്കവും കൈത്തഴക്കവും വേണ്ട ഒരു കലയാണ് അദ്ദേഹം കാട്ടിത്തരുന്നത്.
കാഴ്ച അത്യുഗ്രനായി പോയെന്ന് പറഞ്ഞാണ് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ മറ്റൊരു പ്രിയ സുഹൃത്തായ ആൽബിൻ തമ്മനം കമൻറ്റ് തുടങ്ങുന്നത്. കണ്ണിന് ശരിക്കും ആനന്ദകരമായ കാഴ്ചയായിരുന്നു ഇതെന്ന് ആൽബിൻ ഊന്നിപ്പറയുന്നു. കളമെഴുത്തിൽ ഇത്രയും പ്രാഗൽഭ്യം തെളിയിച്ച ദൃശ്യം താൻ ഇതുവരെ കണ്ടിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. എന്നിട്ട് ആൽബിൻ പോസ്റ്റ് ചെയ്യുന്നത് അതിലേറെ രസകരമായ ഒരു കാഴ്ചയാണ്. ഇതൊന്ന് കാണാം. ഇത് കിടിലൻ തന്നെ എന്ന് പറഞ്ഞാണ് ഇത് കണ്ട് ഷമീർ ബക്കർ എന്ന സ്ഥിരം സുഹൃത്ത് കമൻറ്റ് തുടങ്ങുന്നത്. ഇതിൻ്റെ ചിത്രകാരനെ ശരിക്കും അഭിനന്ദിക്കണമെന്നും ഇയാൾ അടിവരയിട്ട് പറയുന്നു. ഇത്തരം 3D ചിത്രങ്ങൾ സോഷ്യൽ മീഡിയകളിലും മറ്റും സജീവ കാഴ്ചയാണെന്നും ഷമീർ കൂട്ടിച്ചേർക്കുന്നു. എന്നിട്ട് ഇദ്ദേഹം കാട്ടിത്തരുന്നു പെൻസിൽ മാത്രം ഉപയോഗിച്ച് വരച്ചെടുത്ത മറ്റൊരു സൂപ്പർ ചിത്രം. വരകളുടെ ലോകം ശരിക്കും അത്ഭുതങ്ങളുടെ കലവറ തന്നെയാണെന്ന് പറഞ്ഞാണ് ചിത്രകാരനും ചിത്രകലയിലെ അധികായനുമായ ബാബു KG പ്രതികരിക്കുന്നത്. 3D ചിത്രങ്ങൾ ഒറിജിനലിനെ വെല്ലുന്ന വിധം സജ്ജമാക്കുക അല്പം ശ്രമകരമാണെന്നും ഇദ്ദേഹം പറയുന്നു. എന്നിട്ട് ഇദ്ദേഹവും അയച്ചു തരുന്നത് മറ്റൊരു 3D ദൃശ്യമാണ്. അതെന്താണെന്ന് ഒന്ന് കാണാം. ഈ ഗംഭീരം ചിത്രം കണ്ടാൽ ശരിക്കും പേടിക്കുമല്ലോ എന്ന ഉത്കണ്ഠയോടെയാണ് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ സുഹൃത്തായ കണ്ണൻ ആളൂർ അഭിപ്രായപ്പെടുന്നത്. ഇതൊക്കെ ആദ്യമായി കണ്ടുപിടിച്ചവരെ സമ്മതിക്കണമെന്നും ഇയാൾ ആശ്ചര്യപ്പെടുന്നു. അല്പം മങ്ങിയ വെളിച്ചത്തിൽ ഈ ചിത്രം വഴിയിലെങ്ങാനും സ്ഥാപിച്ചാൽ അത് കണ്ട് ആരും പേടിച്ചു പറയ്ക്കുമെന്നും ഇയാൾ പറയുന്നുണ്ട്. എന്നിട്ട് ഇയാൾ ഷെയർ ചെയ്യുന്നു ഒരുത്തനെ പറ്റിക്കാൻ കൂട്ടുകാർ ഒപ്പിച്ച സൂത്രം. പാമ്പുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് ഈ പറ്റിപ്പ്. അവരൊക്കെ കൂടി കൂട്ടുകാരനെ പറ്റിക്കാനുള്ള കാര്യങ്ങൾ ഒരുക്കട്ടെ. അപ്പോഴേക്കും നമുക്കൊരു ഇടവേള എടുത്തിട്ട് വരാം. കൂട്ടുകാരൊക്കെ കൂടി ഒരുത്തിനെ പറ്റിക്കുന്ന കാഴ്ച കാണിക്കാമെന്നല്ലേ ഇടവേളയ്ക്ക് മുമ്പ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? അതെന്താണെന്ന് ഒന്ന് കാണാം. ഈ ഡ്യൂപ്ലിക്കേറ്റ് പാമ്പിനെ കണ്ട് പേടിച്ച ആ പേടിത്തൊണ്ടൻ മറ്റെല്ലാവരെയും കൂടി പേടിച്ചോടിപ്പിച്ചത് കണ്ട് കുറേ ചിരിച്ചു പോയെന്നാണ് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ കൂട്ടുകാരനായ ഉണ്ണികൃഷ്ണൻ ചിരിയടക്കി പറയുന്നത്. പാമ്പ് മിക്കവർക്കും പേടി സ്വപ്നമാണെന്നും അതിൽ വിഷമുള്ളവയും വിഷമില്ലാത്തവയും എന്ന വേർതിരിവില്ലെന്നും ഇയാൾ പറയുന്നു. ചില സാഹചര്യത്തിൽ ഒറിജിനൽ പാമ്പിനെ തിരിച്ചറിയില്ലെന്നും അഥവാ തിരിച്ചറിഞ്ഞാൽ തന്നെ രക്ഷപ്പെടാനാവില്ലെന്നും പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ അയച്ചു തരുന്നത് ഒരു പാമ്പിൻ്റെ ഇരയാവാൻ വിധിക്കപ്പെട്ട ഒരു കോഴിയെ. Да, их можно взять и открывать, чтобы было талито. Взял бы это. Готовить, а ты будет лежать и шевельнуться.
Стоп, прыжку, бля, пружина, блядь. За ногу, бля, ловить. За ногу, бля, ловить. Ты вообще пока он отвернулся, раз, близко ты двинулись. Ой, мамочка. Ух ты, питончик. പാമ്പിന്റെ മുന്നിൽ നിന്നിട്ടും കോഴിക്ക് തന്റെ ശത്രുവിനെ മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ എന്നാണ് ഈ കാഴ്ച കണ്ട് നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ സുഹൃത്തായ ആഗ്നസ് ജോസ് സംശയത്തോടെ ചോദിക്കുന്നത്. പാമ്പിന്റെ ചെറുചലനങ്ങൾ പോലും വളരെ പെട്ടെന്ന് മനസ്സിലാക്കുന്ന കോഴിയെ പോലുള്ള ഒരു ജീവി അത് മനസ്സിലാക്കാഞ്ഞത് അല്പം വിഷമത്തിനിടയാക്കിയെന്നും ആഗ്നസ് പറയുന്നു. ഉറക്കം നടിച്ചു കിടക്കുന്ന പാമ്പിന്റെ ചതിയിൽ ആ കോഴി പെട്ടത് വിധിയായിരിക്കുമെന്നും പറഞ്ഞ് ഇവർ അയച്ചു തരുന്നത് വിവിധ തരം കുറേ ജീവികളെ ഒരു കുട്ടി ഉറക്കുന്ന കാഴ്ചയാണ്. അത്ഭുതകരം തന്നെയാണ് ഈ കാഴ്ച എന്ന് സമ്മതിക്കേണ്ടി വരും.小萨睡觉，小萨睡觉了，睡觉，小萨，小萨，小萨睡觉了，乖小萨，胖小萨，可爱的小萨睡觉了，你真乖。哇哦，天哪！睡觉了，乖乖虎，乖乖虎睡觉，睡觉，乖乖虎，觉，睡觉，乖乖虎，睡觉了，宝宝睡觉了。小王子睡觉了。小王子睡觉，小王子睡觉啦，睡觉。小王子，小王子睡觉啦。疙瘩睡觉，乖睡觉了，睡觉啦。睡觉，白雪公主，睡觉了，白雪公主，睡觉了，睡觉，白雪公主，睡觉，白雪公主。起床啦！起床啦！ഇത് ആഗ്നസ് ചേച്ചി പറഞ്ഞ പോലെ അത്ഭുതമായി പോയെന്നാണ് നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ സുഹൃത്തായ വൈശാഖ് എസ് പിയുടെ പ്രതികരണം. ഇത്തരം ജീവികളെ വരെ തൻ്റെ വരുതിയിലാക്കി ആ കുട്ടി ഉറക്കുന്നത് ശരിക്കും അത്ഭുതാവഹമായെന്നും വൈശാഖ് പ്രതികരിക്കുന്നു. ഇണക്കി വളർത്തുന്ന മനുഷ്യരുടെ ഭാഷ മനസ്സിലാക്കുന്ന ഇവയുടെ കഴിവിനെ ശരിക്കും മാനിക്കണമെന്നും പറഞ്ഞ് വൈശാഖ് അയച്ചു തരുന്നു മനുഷ്യരെ പോലെ സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരു നായ്ക്കുട്ടിയെ. I love you. I love you. അയ്യോ, ഈ നായ്ക്കുട്ടിയുടെ കഴിവ് അപാരം തന്നെയാണെന്നാണ് ഈ ദൃശ്യം കണ്ട ഷമീർ തൃശൂർ പ്രതികരിക്കുന്നത്. നായകളുടെ വിവിധ കഴിവുകളെ അറിവുണ്ടെങ്കിലും ഇത്തരം സിദ്ധി താൻ ആദ്യമായാണ് കാണുന്നതെന്നും ഇയാൾ തുറന്ന് സമ്മതിക്കുന്നു. എന്നിട്ട് ഇയാൾ കാട്ടിത്തരുന്നു പൂച്ചയെ പോലെ അനുകരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ. ഇവളെ കണ്ടാൽ ഒരു പാവം കുറിഞ്ഞിപ്പൂച്ചയെ പോലെ തന്നെ തോന്നും. പൂച്ചയെ അനുകരിക്കുന്ന ഈ മിടുക്കിയെ നല്ല ഇഷ്ടമായെന്നാണ് ഇത് കണ്ട് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ ഇഷ്ടക്കാരനായ സജിമോൻ എന്ന് വിളിക്കുന്ന സജീഷ് കമൻറ്റ് ചെയ്യുന്നത്. എത്ര നിഷ്കളങ്കമായാണ് ഒരു പാവം കുഞ്ഞു പൂച്ചക്കുട്ടിയുടെ ശബ്ദം ആ കുട്ടി അനുകരിക്കുന്നതെന്നും കൗതുകമുണർത്തിയെന്നും പറഞ്ഞ് സജിമോൻ അയച്ചു തരുന്നത് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മറ്റൊരു പ്രകടനമാണ്. ഇതും അതിശയം വരുത്തുന്ന കാഴ്ച തന്നെ.
ഹലോ ഹലോ. ഇത്ര കുഞ്ഞുവായിൽ തന്നെ ആ കുട്ടി ഇത് പറഞ്ഞത് കൗതുകവും ഒപ്പം അത്ഭുതവുമായെന്നാണ് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ പ്രിയ സുഹൃത്തായി മാറിയ ശ്യാം സ്റ്റീഫൻ്റെ അഭിപ്രായം. അല്ലെങ്കിലും ഇപ്പോഴത്തെ കുട്ടികൾ എന്ത് കാണിച്ചാലും അത്ഭുതപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇയാൾ സ്വയം ഓർമ്മപ്പെടുത്തുന്നു. കുഞ്ഞുവായിൽ വലിയ വർത്തമാനം പറയുന്ന കുട്ടികൾ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞ് ശ്യാം അയച്ചു തരുന്നത് എന്താണെന്നോ രാഷ്ട്രീയ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു കുട്ടിയെ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പണ്ടത്തെ തലമുറയെ അപേക്ഷിച്ച് മുതിർന്നവരെ പോലെ പെരുമാറാനാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാണ് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ സുഹൃത്തായ സജീവ് ജി പാലയ്ക്കൽ പ്രതികരിക്കുന്നത്. എന്നാലും അതിനെ പക്വതയെന്ന് ഉറപ്പിക്കാനാവില്ലെന്നും സജീവ് ഉറപ്പിച്ചു പറയുന്നു. എന്നിട്ട് സജീവ് അയച്ചു തരുന്ന ദൃശ്യം എന്താണെന്നോ, മുതിർന്നവരെ പോലെ ബൈക്കിൽ പോകുന്ന 2 കുട്ടികൾ. ഏതായാലും ഇന്നത്തെ കൗതുക ലോകത്ത് നിന്ന് നമുക്ക് മടങ്ങാൻ സമയമായി. കാഴ്ചകൾ ഒരുപാട് ഇനിയും നമ്മെ കാത്തിരിപ്പുണ്ട്. നിങ്ങൾ കണ്ട നിങ്ങളുടെ പക്കലുള്ള കൗതുക കാഴ്ചകൾ നെറ്റിസൺ ജേർണലിസ്റ്റിലേക്ക് വാട്സാപ്പിലൂടെ അയയ്ക്കുക. ഒപ്പം നിർദ്ദേശങ്ങളും അയയ്ക്കുക. എല്ലാ സുഹൃത്തുക്കളുടെയും നിർദ്ദേശങ്ങളും ദൃശ്യങ്ങളും ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട്. സമയപരിമിതി കൊണ്ട് അതെല്ലാം പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താനാവില്ലെന്ന് പറയട്ടെ. നെറ്റിസൻ്റെ സുഹൃത്തുക്കൾ ഇക്കാര്യം മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ദൃശ്യങ്ങൾ അയക്കുന്നവർ അവരുടെ ഫോട്ടോ കൂടി ഉൾപ്പെടുത്തണമെന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ. എവിടെയും സഹായ സഹകരണങ്ങൾ പൂർണ്ണ മനസ്സോടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് സൈൻ ഔട്ട് ചെയ്യുന്നു. ഞങ്ങളുടെ ഇമെയിൽ ID netizenjournalist@gmail.tv. അടുത്ത തവണ കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.